വളരെയധികം കഷ്ടപ്പെട്ടാണ് 27 നാൾമരങ്ങളെ അതിൽ വളർത്തിയെടുത്തത്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലായിട്ട് അലയേണ്ടി വന്നു. എങ്കിലും എല്ലാം ലഭിച്ചു. അങ്ങനെ 27 നാൾമരങ്ങളെ അവിടെ ഉണ്ടാക്കി. പിന്നെ നമ്മുടെ നാൽപ്പാൽ മരം എന്ന് പറയുന്ന അത്തി, ഇത്തി, അരയാൽ, പേരാൽ, പിന്നെ അതിൻ്റെ കൂടെ കൃഷ്ണലാൽ, കല്ലാൽ, ഇങ്ങനെ പല വിധത്തിലുള്ള ആൽമരങ്ങളെ വളർത്തി. പിന്നെ ധാരാളം പല തരം മുളകളെ വളർത്തി. ഇവയൊക്കെ നമുക്ക് ഓക്സിജൻ പെർസെൻറ്റേജ് ഒത്തിരി തരുന്നവയാണല്ലോ. മുളകളും ആലുകളും ഓക്സിജൻ പെർസെൻറ്റേജ് തരുന്നതുകൊണ്ടാണ് അവരെ കൂടുതലായിട്ട് വളർത്താൻ തീരുമാനമെടുത്തത്. പിന്നെ രുദ്രാക്ഷം, കമണ്ടലു, ചന്ദനം, രക്തചന്ദനം, കുന്തിരിക്കം, ഊത്, ചൂരൽ, ഇഞ്ച, രാമച്ചം തുടങ്ങിയ ഔഷധ സസ്യങ്ങളും മരങ്ങളെയും നട്ടുവളർത്തി. പിന്നെ അതമ്പ്, പരണ്ട, സമുദ്രപ്പച്ച, നാഗവള്ളി, ചുണ്ണാമ്പുവള്ളി, പുല്ലാന്നി, പാൽക്കറ്റടി, ആടലോടൽ, ചതുരമുല്ല തുടങ്ങിയ ധാരാളം വള്ളികളെ, വനത്തിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ആ വള്ളി ചെടികളുമൊക്കെ വേണമല്ലോ, അവരെയും ഇതോടൊപ്പം തന്നെ വളർത്തിയെടുത്തു. എന്തായാലും എല്ലാവരും ശൈശവമൊക്കെ കഴിഞ്ഞു, കൗമാരത്തിലെത്തി. മിക്കവരും ഋതുമതികളായി, പുഷ്പിണികളായി. അടുത്ത സന്താന പരമ്പരകളെ സൃഷ്ടിക്കാനും അവ തുടങ്ങി. ഇപ്പോൾ എന്തായാലും ഒരു ചെറിയ വനമായിട്ടിത് രൂപാന്തരപ്പെട്ടു വരുന്നു. ധാരാളം പക്ഷിമൃഗാദികളെ അതിലുണ്ട്. ധാരാളം പക്ഷികൾ വെളിയിൽ നിന്നൊക്കെ വന്ന് നമ്മൾ പണ്ട് കാലങ്ങളൊക്കെ കണ്ടിരുന്നു. അടുത്ത ഇടയ്ക്ക് ഇല്ലാതിരുന്ന ധാരാളം പക്ഷികളിപ്പം വരാൻ തുടങ്ങി. അവയ്ക്കൊക്കെ പാർക്കാനായിട്ട് എല്ലാ മരങ്ങളുടെയും മണ്ടയ്ക്ക് തടി കൊണ്ടൊക്കെ തന്നെ കൂടുകളുണ്ടാക്കി സ്ഥാപിച്ചു. അവരിപ്പോൾ ഓരോ സീസണിലും വന്ന് അവിടെ മുട്ടയിട്ട് കുഞ്ഞ് വിരിയുന്നു. കാട്ടുകോഴികളൊക്കെ നിർഭയം വസിക്കുന്നു. അങ്ങനെ അവരും അണ്ണാറക്കണ്ണന്മാർ, മലയണ്ണന്മാർ എല്ലാവർക്കും ഒരു ആവാസ സ്ഥലം, അതിനുള്ള ഭക്ഷണങ്ങൾ ഈ ഫലവൃക്ഷങ്ങളുള്ളതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണവും അവിടെ ഉണ്ട്. കുളവും ഇതുള്ളതുകൊണ്ട് വെള്ളത്തിനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ രാജ്യമായിട്ട്, അവരുടെ നാടായിട്ട് അവിടെ സ്വൈര്യവിഹാരം നടത്തി കഴിഞ്ഞു കൂടി പോരുന്നു.